ഗാസയിൽ ഹമാസുമായുള്ള യുദ്ധം ഇസ്രായേൽ തുടരുകയാണ്. ഹമാസിനെ തകർക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. യുഎസിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പോലും ലംഘിച്ചാണ് ഇസ്രായേൽ ആക്രമണം തുടരുന്നത്. അതിനിടെ മറ്റൊരു വെളിപ്പെടുത്തലുമായി ഇസ്രായേലിന്റെ ചാരസംഘടന മൊസാദ് എത്തി. യൂറോപ്പിൽ ഹമാസിന്റെ വിപുലമായ ഭീകര ശൃംഖല തകർത്തതായാണ് ഇസ്രായേൽ ചാരസംഘടന അവകാശപ്പെടുന്നത്. ഇസ്രായേലികളെയും ജൂതന്മാരെയും ലക്ഷ്യമിട്ട് രഹസ്യമായി പ്രവർത്തിക്കുകയായിരുന്നു യൂറോപ്പിൽ ഹമാസ് എന്നാണ് മൊസാദ് പറയുന്നത്. സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്താൻ സജ്ജമായിരുന്നു ഹമാസ് ശൃംഖലയെന്നാണ് മൊസാദ് പറയുന്നത്. ആക്രമണം നടത്താനായി ഹമാസിന്റെ ഉന്നത നേതൃത്വത്തിൽ നിന്നുള്ള ഉത്തരവ് കാത്തിരിക്കുകയായിരുന്നു ഈ ഹമാസിന്റെ ശൃംഖലയെന്നും മൊസാദ് അവകാശപ്പെടുന്നു. യൂറോപ്പിലുടനീളം ഭീകരാക്രമണത്തിനായി ചെറു സംഘങ്ങളെ ഹമാസ് സജ്ജമാക്കിയിരുന്നുവെന്നും മൊസാദ് പറയുന്നുണ്ട്. ഇതിനായി ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നതായി മൊസാദ് വ്യക്തമാക്കി. യൂറോപ്പിലെ വിവിധ അന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചാണ് മൊസാദ് ഈ നീക്കം നടത്തിയത്. ജർമ്മനി, ഓസ്ട്രിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പരിശോധനകളും മൊസാദ് നടത്തി. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്താനായിരുന്നു പദ്ധതി. ആക്രമണങ്ങൾക്കായി ശേഖരിച്ച സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തതായി മൊസാദ് അവകാശപ്പെടുന്നു. ഓസ്ട്രിയയിലെ വിയന്നയിൽ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തതാണ് കൂടുതൽ അന്വേഷണം നടത്താൻ മൊസാദിനെ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു വിയന്നയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. തോക്കുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെയുള്ള വൻ ആയുധ ശേഖരമാണ് വിയന്നയിൽ പിടികൂടിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹമാസിന്റെ ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. ആയുധങ്ങൾ ഹമാസ് നേതാവ് മുഹമ്മദ് നഈമിന്റേതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി മൊസാദ് പറഞ്ഞു. ഗാസയിലെ ഹമാസ് നേതാവായ ഖലീൽ അൽ ഹയ്യയുമായി അടുത്ത ബന്ധമുള്ള ബാസെം നഈമിന്റെ മകനാണ് മുഹമ്മദ് നഈം. വിയന്നയിൽ ആയുധങ്ങൾ പിടികൂടിയതിന് പിന്നാലെ വിപുലമായ അന്വേഷണവും തുടങ്ങി. ജർമ്മനി, ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ റെയ്ഡുകൾ നടത്തി. ഭീകര ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. ഹമാസിന് പിന്തുണ നൽകുന്നതായി സംശയിക്കുന്ന ജീവകാരുണ്യ മതസ്ഥാപനങ്ങളെ ജർമ്മനി നിരീക്ഷിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഹമാസുമായി ബന്ധമുള്ള വ്യക്തികളെ പറ്റിയും അന്വേഷണം നടത്തുന്നുണ്ട്. ദീർഘകാലമായി തുർക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഇവരെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഹമാസ് നേതാവ് ബുർഹാൻ അൽ ഖത്തീബിനെ അറസ്റ്റ് ചെയ്തത്. നവംബറിലായിരുന്നു ഈ അറസ്റ്റ്. ബുർഹാൻ അൽ ഫത്തീഹ് നേരത്തെ തുർക്കിയിൽ ഹമാസുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മുഹമ്മദ് നഈം പിതാവുമായി ഖത്തറിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരവും പുറത്തു വരുന്നു. സെപ്റ്റംബറിലായിരുന്നു ഈ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് യൂറോപ്പിലെ പ്രവർത്തനങ്ങൾക്ക് ഹമാസ് നേതൃത്വം അനുമതി നൽകിയതെന്നും മൊസാദ് പറയുന്നു. ആക്രമണങ്ങൾ ഹമാസ് ആസൂത്രണം ചെയ്തത് ഖത്തറിൽ വെച്ചാണെന്ന് മൊസാദ് ആരോപിക്കുന്നു. ഹമാസിനെ പിന്തുണയ്ക്കുന്ന തുർക്കിയുടെ സഹായം ഈ ആസൂത്രണത്തിന് ലഭിച്ചിട്ടുണ്ടാകുമെന്നും മൊസാദ് ആരോപിക്കുന്നു. ഹമാസിന്റെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിച്ചതായും മൊസാദ് വ്യക്തമാക്കി. എന്നാൽ മൊസാദിന്റെ ആരോപണങ്ങളെ ഹമാസ് നിഷേധിച്ചിട്ടുണ്ട്.